നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത 3-4 വീഡിയോസ് ഉണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നില്ല, ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രം. കാരണം അത് തന്നെ പറഞ്ഞു തീരുമ്പോൾ കുറച്ച് ലെങ്തി ആവും. സോ ക്ഷമയോടെ ഒന്ന് കേൾക്കുക. ഒന്നാമത്തെ ചോദ്യം, ചക്ര ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ അനുഭവപ്പെടുന്നതാണോ ചക്ര ആക്ടിവേഷൻ എന്ന് ചോദിച്ചു. ഈ ബാലൻസ് എന്ന് പറയുന്നത് ഓരോ ചക്ര പോയിൻറ്റ്സിലും വൈബ്രേറ്റ് ചെയ്യുന്നതാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് കമൻറ്റ് ചെയ്ത് ചോദിച്ചാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചക്ര ഹീലിംഗ് ചെയ്താൽ കഴിഞ്ഞു. അത് അങ്ങനെ അല്ല. ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇത് ഞാൻ എത്രയോ വീഡിയോസിൽ, എനിക്ക് തോന്നുന്നു ഡൗട്ട് ക്ലിയറിങ് വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലാണ്ട് ചക്രാസിനെ പറ്റി പറയുന്ന സമയത്തും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ലൈഫ് ലോങ് എപ്പോഴും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് ചക്ര ക്ലെൻസിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു മനുഷ്യനല്ല. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എനർജിയൊക്കെ നമ്മുടെ ഓറയിലേക്ക് വരികയും ഓറയും ചക്രാസുമായിട്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്നും അതനുസരിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ ഓറ അല്ലെങ്കിൽ നമ്മുടെ ചക്ര ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇത് ഒരു ദിവസം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല. ഇപ്പോൾ റേക്കി വെച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു 1 വീക്കൊക്കെ കണ്ടിന്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ മാസവും ഓരോ ഹീലിംഗ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അത് നല്ലതാണ്. അതല്ലാതെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. അതിൽ നിങ്ങൾ ചെയ്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് റിസൾട്ട് വരാനാകുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പറഞ്ഞു തരുന്നൊരു കാര്യം, അതായത് ചക്ര ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. ചിലർക്ക് തീരെ മനസ്സിലാവത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ റേക്കിയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചക്രാസിൻ്റെ അവിടെ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറങ്ങി എന്നത് കൊണ്ട് മാത്രം ആ ഒരു ചക്ര, അത് ഏത് പോയിൻറ്റും ആയിക്കൊള്ളട്ടെ, റൂട്ട് ചക്രയോ സാക്രലോ മണിപ്പൂരകയോ ഏതോ ആയിക്കൊള്ളട്ടെ, അതപ്പം തന്നെ ആക്ടിവേറ്റ് ആയി, അത് ബാലൻസ്ഡ് ആയി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നു, അതായത് അത് ചെറിയൊരു മാറ്റം വന്ന് തുടങ്ങുകയാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, അങ്ങനെ അല്ല. ഇത് ബാലൻസ് ചെയ്താൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള ഇഷ്യൂസ് ക്ലിയർ ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഓരോ ചക്രാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്പ് നല്ല രീതിയിലായി വരിക. ഇപ്പം റൂട്ട് ചക്രയാണ് ഹീൽഡ് ആവുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുന്നതെങ്കിൽ, ബാലൻസ്ഡ് ആവുന്നതെങ്കിലൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ക്ലിയറായി പോവും. എപ്പോഴും നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമ്മൾ വരും. അതുപോലെ നമ്മുടെ ഫാമിലി നല്ല രീതിയിലേക്ക് മാറും. നമുക്ക് എല്ലാ കാര്യങ്ങളിലൊരു സ്ഥിരത കൈവരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അല്ലാണ്ട് ഒരു ദിവസം കറങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്കം അനുഭവപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ആക്ടിവേറ്റഡ് ആയി എന്നല്ല. നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കറക്കം അല്ലെങ്കിൽ ആ ചക്രയുടെ ഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് കറക്റ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ്. അവിടെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പാസ്റ്റ് ലൈഫിലെ ബാഡ് കർമ്മ ഹീൽ ചെയ്യാൻ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പാസ്റ്റ് ലൈഫിലെ ബാഡ് കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹീലിങ്ങിലൂടെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ചോദിച്ചത്. പാസ്റ്റ് ലൈഫ് ബാഡ് കർമ്മ ഹീൽ ചെയ്യാൻ പറഞ്ഞു തരാമോ. അത് ഹീലിങ്ങിലൂടെ ആണെങ്കിൽ നമുക്ക് റേക്കി നിങ്ങൾ
ചോദിച്ച ആൾ റേക്കി പഠിച്ച ആളാണോ പഠിക്കാത്ത ആളാണോ ഒന്നും അറിയില്ല. ഇനി പഠിച്ച ആളാണെങ്കിൽ നമുക്ക് റേക്കിയുടെ തന്നെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. പ്രത്യേകിച്ച് ബാഡ് കർമ്മ റിലീസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പ്രസൻറ്റ്, നമ്മുടെ ഫ്യൂച്ചറൊക്കെ ഹീൽ ചെയ്യുന്ന സിമ്പിൾസൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഹീൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, റേക്കിയൊന്നും പഠിക്കാത്ത ആളാണെങ്കിൽ നമുക്ക് കർമ്മ ക്ലിയർ ആൻഡ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ തന്നെ ഉണ്ട്. സോ ആ ഒരു മെഡിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് കർമ്മ ക്ലെൻസ് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. പാസ്റ്റ് ലൈഫിലുള്ള ബാഡ് കർമ്മ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ ഒന്നുകിൽ നിങ്ങളൊരു ഹീലറിൻ്റെ അടുത്ത് നിന്ന് ഹീലിംഗ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് മെഡിറ്റേഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലത് ഹീൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ 100 പേരെടുത്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് തന്നെ എത്ര കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മളുടെ അത്രയും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വേറൊരു പേഴ്സൺ ഇല്ല. സോ അത് മെഡിറ്റേഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല എഫക്റ്റ് കിട്ടും. ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കർമ്മ ക്ലിയർ ആൻഡ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ. അതൊന്ന് കേട്ടിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിന് കുറച്ച് ഡെഡിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ 100% തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഇങ്ങനെ പലതും കേട്ടിട്ട് തുടങ്ങി വയ്ക്കും, എന്നിട്ട് അതവിടെ പകുതിക്ക് നിർത്തും. എന്നിട്ട് പറയും നമ്മൾ ചെയ്തതാണ്, നമുക്ക് വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാസ്റ്റ് ലൈഫ് ബാഡ് കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുൻപുള്ള ബർത്തിലുള്ളത് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. തൊട്ട് മുൻപുള്ള ജന്മത്തിലേതാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളെ എത്ര ജന്മങ്ങൾ എടുത്തിനെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല, നമുക്കറിയില്ല അത്, അല്ലേ? അപ്പം ഏതൊക്കെ ജന്മങ്ങളിൽ എന്തൊക്കെ ദുഷ്ടതരങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഗുലുമാല നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ സോളിനെ അറിയത്തുള്ളൂ. നമുക്കറിയില്ല, നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു മൈൻഡിന് അറിയില്ല, അല്ലെങ്കിൽ നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ അത് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സേ അല്ല. അത് മനസ്സിലാക്കുക. അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 21 ഡേയ്സ് എങ്കിലും നിങ്ങളിത് ചെയ്യണം. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് മെഡിറ്റേഷൻ ആണെങ്കിലും നമ്മൾ 21 ഡേയ്സ് എങ്കിലും ചെയ്യണം, ഏറ്റവും കുറഞ്ഞത്. എന്നിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഹീലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ദിവസത്തിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ. അതായത് 21 എന്നുള്ളത് പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഒരു തവണയാക്കുക, 3 ദിവസം കൂടുമ്പോൾ ഒരു തവണയാക്കുക, പിന്നെ അത് വീക്കിലി വൺസ് എന്ന രീതിയിലേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അതല്ലാതെ ഒരു ദിവസം ചെയ്തു ഞാൻ ഹീലാവുന്നില്ല, അല്ലെ ഒരാഴ്ച ചെയ്ത് ഞാൻ ഹീലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഹീലാവില്ല. കാരണം എത്രയോ ജന്മാന്തരങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ അറിവ് വച്ചിട്ട് നമ്മൾ ചെയ്ത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്. സോ അതിന് ടൈം എടുക്കും, നല്ല ക്ഷമ വേണം, നല്ല ഡെഡിക്കേഷനും വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രേക്കി ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. രേക്കി ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഞാൻ ഹീൽ ചെയ്തിരുന്നതിനെ പറ്റിയിട്ടാണോ അതോ രേക്കി ഹീലിംഗ് എന്താണെന്നാണോ ഉദ്ദേശിച്ചത്? എനിക്ക് സത്യം പറഞ്ഞാൽ ചോദ്യം മനസ്സിലായില്ല. രേക്കി ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു എനർജി ഹീലിംഗ് മാത്രം, അതൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ എനർജിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഊർജ്ജ ചികിത്സാ രീതി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇൻറ്റൻഷനും നമ്മൾ കൊടുക്കുന്ന അഫർമേഷനൊക്കെ അനുസരിച്ചിട്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി ആരാണോ ആ എനർജി തന്നെ ചൂസ് ചെയ്യപ്പെടുന്നതാണ് ഹീലറേയും ഹീൽ ചെയ്യും. സോ അവർ സുഖപ്പെടുന്നൊരു രീതിയാണത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യം നിങ്ങളെപ്പോഴും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്നവർ ഞാൻ എന്തായാലും തിരിച്ച് വിളിക്കുന്നുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായും എല്ലാ വീഡിയോസിലും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ തന്നെയല്ലേ ക്ലിയർ ചെയ്ത് തരുന്നത്, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ ഇങ്ങനെ ഒരു റേക്കി ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിനെ പറ്റിയാണോ ചോദിക്കുന്നത്, അത് സെൽഫ് ഹീലിംഗ് ആണോ? ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരിക്കൽ കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഗൈഡൻസ് വീഡിയോയിൽ, അതായത് നെക്സ്റ്റ് Q&A സെക്ഷനിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇനി വേറൊരാൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഈ പ്രോബ്ലംസൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക, ഇത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ സാക്രൽ ചക്രയിൽ ഇഷ്യൂസ് ഉണ്ടാവും, അതായത് ഇൻബാലൻസ്ഡ് ആണ്. അതുപോലെ ഹാർട്ട് ചക്ര ഇൻബാലൻസ്ഡ് ആണ്. ഇനി റൂട്ട് ചക്രയിലും പ്രശ്നം ഉണ്ടാവും. ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ റൂട്ട് ചക്രയിൽ പ്രശ്നം ഉണ്ടാവും. ഇത് ഞാൻ കോമൺ ആയിട്ട്, അതായത് പൊതുവേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളുടെ ഏതൊക്കെ ചക്രാസ് ഇൻബാലൻസ്ഡ് ആയിട്ടാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് സ്കാനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ മെയിൽ ചെയ്യുവാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഓൾറെഡി ഞാൻ ആ സ്കാനിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എനർജി വെച്ചിട്ട് സ്കാൻ ചെയ്യുകയും അതനുസരിച്ച് ഏതൊക്കെ ചക്രങ്ങളിലാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉള്ളത്, ഏതൊക്കെ ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് വർഷങ്ങളോളം അതുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് ഈ സ്കാനിങ് എന്ന് പറയുന്നത്. സോ സ്കാനിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒന്ന് മെയിൽ ചെയ്താൽ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇനി ഇതിൽ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന സെയിം പരിഹാരമാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അത് സാമ്പത്തികമാവാം, ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം, ഇമോഷണലി ആവാം, നമ്മുടെ റിലേഷൻഷിപ്പിലാവാം എന്ന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടോ ഇതിൻ്റെ എല്ലാം പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട്. അതാദ്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ എനർജറ്റിക് ബോഡി എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് കണക്ഷനുണ്ട്. നമ്മുടെ എനർജറ്റിക് ബോഡിയിലാണ് ചക്രങ്ങളുള്ളത്. എല്ലാവരുടെ അടുത്തും എപ്പോഴും ചക്രാസ് ക്ലെൻസ് ചെയ്യൂ എന്ന് ഓരോ വീഡിയോസിലും പറഞ്ഞു തരുന്നതിൻ്റെ റീസണും ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ചക്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തികൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ശക്തികളാണ്. സോ അത് മനസ്സിലാക്കി ചക്രാസ് എപ്പോഴും ക്ലെൻസ് ചെയ്യുവാനും അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും രേഖി പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്കും അറിയില്ലായിരുന്നു. രേഖിയൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഞാൻ ബീജമന്ത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ചക്രാസ് ക്ലെൻസ് ചെയ്തുകൊണ്ടേ ഇരുന്നത്, അല്ലെങ്കിൽ ഹീൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ പറ്റുവാണെങ്കിൽ ബീജമന്ത്രങ്ങൾ ഉരുവിടുന്ന അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. ഞാൻ എൻ്റെ ചാനലിലല്ല ഞാൻ പറയുന്നത്, മറ്റ് ചാനൽസിലുണ്ട് എങ്ങനെയാണ് ആ മന്ത്രം ജപിക്കുന്നത് എന്നുള്ളത്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് പറ്റുവാണെങ്കിൽ ആ ചക്ര മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്യുക. അത് നിങ്ങളെ വളരെയധികം സഹായിക്കും, നിങ്ങളുടെ ഇത്തരം ഇഷ്യൂസൊക്കെ ഒന്ന് ക്ലിയറായി പോകാൻ വേണ്ടിയിട്ട്. സോ ബീജമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട് ചക്രാസൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹീലിങ്ങിന് ശേഷം ക്ഷീണം അനുഭവപ്പെടുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അതായത് ആൾ ഹീലിംഗ് എടുത്തതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ദിവസം നിങ്ങൾ ഹീലിംഗ് എടുത്തു എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഹീലിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ആണെങ്കിലും മെൻ്റൽ എന്ത് തരത്തിലുള്ള ഇഷ്യൂസാണോ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പുറത്തോട്ട് വരും. ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞു തന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഒരു ഹീലിംഗ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞതൊരു 7 days എങ്കിലും നിങ്ങൾ ഹീലിംഗ് എടുക്കണം. ഇനി ഈ 7 days എടുക്കുന്ന സമയത്ത്, ഈ ഹീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിയായ ക്ഷീണം, പെയിന്, അതുപോലെ തന്നെ ശരീരം മൊത്തം ഒന്ന് എല്ലാം കൊണ്ടും നമ്മൾ ടയേർഡായ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഹീലാവാനുണ്ട്, നിങ്ങൾ ഹീലായിട്ടില്ല. സോ നിങ്ങളുടെ ഹീലറുമായിട്ട് ആരുടെ നിങ്ങൾ ഈ ഹീലിംഗ് സ്വീകരിച്ചത് അവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കണം. ചില ആളുകൾ അയ്യോ അവർക്ക് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം ചില ഹീലേഴ്സിന് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും മനസ്സിലാവും, അവരുടെ ബോഡിക്ക് പെയിൻ ഉണ്ടെങ്കിൽ എനിക്ക് ശരിക്കും മനസ്സിലാവും. കാരണം നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യും ആ സമയത്ത്.
എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അവരുടെ അസുഖം നമുക്ക് വരും, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അവർക്ക് ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 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 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് നമുക്ക് ആ പെയിൻ ഒന്ന് വന്നിട്ട് പോവും. അപ്പം നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഷോൾഡർ പെയിൻ ഉണ്ട് എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ്, ഇപ്പം മുട്ടുവേദന, അതൊക്കെയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് നമുക്കത് മനസ്സിലാക്കി തരും. അത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. റേക്കി നമുക്കത് മനസ്സിലാക്കി തരും. അപ്പോൾ ആ ഹീലറിന് മനസ്സിലാവും നിങ്ങൾ ഹീൽഡ് ആയിട്ടില്ല എന്നുള്ളത്. അത് അവരുടെ അടുത്ത് നിങ്ങൾ ഓപ്പണായിട്ട് പറയാം. ചില ആളുകൾക്ക് മനസ്സിലാവില്ല. ഇപ്പം എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല, ചിലപ്പോൾ എന്നെക്കാളും മനസ്സിലാവുന്ന ആൾക്കാരും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാർ. ഇപ്പം എൻ്റെ ടീച്ചറെ സംബന്ധിച്ചിപ്പം എൻ്റെ ഗുരുവിനെ സംബന്ധിച്ച് സാറ് സംസാരിക്കുമ്പോൾ തന്നെ സാറിന് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നുള്ളത് സാർ ഇങ്ങോട്ട് പറയും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് റേക്കി ഹീലേഴ്സിൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഹീലിംഗ് എടുക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വന്ന സാധനം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടും. അതായത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ഇഷ്യൂസായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഹീലിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി സെൽഫ് ഹീലിംഗ് ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളത് ഹീൽ ചെയ്ത് കളയുന്നത് വരെ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ വേറൊരാളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഹീലിംഗ് എടുക്കുന്നത് എങ്കിൽ ക്ലിയർ ആയിട്ടില്ല, എനിക്ക് പെയിൻ ഉണ്ട് എന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഹീലറിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക. അതിനുശേഷം ചിലപ്പോൾ ഒരു 3 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 5 ഡേയ്സോ ഹീലിംഗ് കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പൂർണ്ണമായും പോകുന്നതും ആയിരിക്കും. ഒരു ഓപ്പൺ കോൺവെർസേഷനാണ് അവിടെ വേണ്ടത്. സോ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് ആരാണോ ഹീലർ അവരുടെ അടുത്ത് പറയുക ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുണ്ടായ ഇഷ്യൂ ആണ് പുറത്തേക്ക് വന്നത്. ഇവിടെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ റേക്കി ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. ഒരു നെഗറ്റിവിറ്റിയും റേക്കിയിലൂടെ വരില്ല. അത് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, മനസ്സിലാക്കുക. നെക്സ്റ്റ് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാണ്, ശാപം റിമൂവ് ചെയ്യാനൊരു വീഡിയോ ചെയ്യാമോ? ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ എന്താ പറയാനായിപ്പോയി. കാരണം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ശാപത്തിൻ്റെ കാര്യം നിങ്ങളടുത്ത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ശപിക്കാൻ പറ്റുമോ, ശാപങ്ങൾ ഏൽക്കുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ശാപം എന്ന് പറയുന്നത് നമ്മളൊക്കെ പുരാണ കഥകളിലൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇന്നേ മഹർഷി ഇന്നയാളെ ശപിച്ചു, ഇന്ന് ഈശ്വരൻ്റെ ശാപം വന്നു, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഈശ്വരൻ ശാപമോക്ഷവും കൊടുത്തു, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടത് പുരാണ കഥകളിലാണ്. അതില്ല എന്നല്ല. ഇവിടെ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മളൊരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ വേദനയാവാം, ശാരീരികമായ ബുദ്ധിമുട്ടാവാം, മാനസികമായതാവാം, സാമ്പത്തികമായതാവാം, അല്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുറ്റോടിയിരുന്ന് കരയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മളവിടെ ചെയ്തു വയ്ക്കുക. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ ചെയ്യാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ഒരു മോശം കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പണി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മളൊരാൾക്ക് വരുത്തി വെച്ചിട്ട് അവരുടെ ഒരു ശാപം നമുക്കുണ്ടെന്ന് വേറൊരാൾ നമ്മളെ അടുത്ത് പറയുകയാണ്. ഇപ്പോൾ ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോകുമ്പോഴും ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കർമ്മ നമുക്ക് വരും. അതിന് നിങ്ങൾക്ക് ശാപമെന്നോ ബാഡ് കർമ്മ എന്നോ അല്ലെങ്കിൽ പാപമെന്നോ ഏത് പേരിട്ടിട്ട് വേണമെങ്കിലും വിളിക്കാം. നമ്മളൊരു ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും പറയുന്നു, നമ്മൾ തീർച്ചയായും അത് റീപേ ചെയ്യേണ്ടി വരും വിത്ത് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ശാപത്തിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്തായാലും നിങ്ങളൊരു ആസ്ട്രോളജറുടെ അടുത്ത് പോയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് മുജ്ജന്മ ശാപം ഉണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. എന്താണ് ആ പറഞ്ഞതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻ തരാൻ പറ്റും. അതായത് ഒരു ബാഡ് കർമ്മയാണ് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പേരിലുള്ള ശാപമാണെങ്കിൽ, ഇപ്പം നമുക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ നാഗശാപം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ പൂർവികരൊക്കെ നാഗത്തിനെ തല്ലിക്കൊന്ന് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുക,
ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നാട്ടിൻ പുറത്തെന്നല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ നാഗത്തിൻ്റെ കാവുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാധന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് കളയുക. സോ ഇതൊക്കെ ഒരു നാഗശാപമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനെ ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അത് കറക്റ്റായിരിക്കും. മേ ബി അവർ തന്നെ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കാരണത്താൽ, അതായത് അവർ പാമ്പിനെ കണ്ട് നിലവിളിച്ചിട്ട് വേറെ ആൾക്കാർ വന്നിട്ട് അതിനെ തല്ലിക്കൊന്ന് കളഞ്ഞാൽ അതിൻ്റെ ഒരു ശാപം നമുക്കുണ്ടാവും. അത് ശരിയാണ്. അപ്പം അതിന് എന്തിനൊരു സൊല്യൂഷനുണ്ട്. വലിയ വലിയ ശാപങ്ങൾ നമ്മൾ പുരാണങ്ങളിൽ കേട്ട് അതിന് ശാപമോക്ഷം കൊടുക്കണില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു പരിഹാരം തീർച്ചയായും ഉണ്ടാവും. സോ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചുരുക്കിയിട്ട്, വലിയ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് പറയുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. സോ ഇത്രയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ദയവേർന്നൊന്ന് മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ശാപം, പാപം, പിന്നെ ബാഡ് കർമ്മ, ഇതൊക്കെ നമുക്ക് റിലീസ് ചെയ്യാം. എല്ലാം ഈശ്വരൻ്റെ കൈകളിലാണ്. അതും കൂടെ ഞാൻ എടുത്തു പറയുന്നു, എല്ലാം ഈശ്വരൻ്റെ കൈകളിലാണ്. നമുക്ക് പരിഹാര മാർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഈശ്വരൻ നമ്മളെ സഹായിക്കുക. അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഹീലിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 28 സാറ്റർഡേ ആണ്, നൈറ്റ് 10 o'clock 21 ദിവസം നീണ്ടു നിൽക്കുന്ന ചക്ര ഹീലിംഗ് മെഡിറ്റേഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ആളെൻ്റെ സ്റ്റുഡൻ്റാന്ന് തോന്നുന്നു. ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, റേക്കി പഠിച്ച ആളുകൾക്ക് മാത്രമാണോ ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുക എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. റേക്കി പഠിച്ച ആളുകൾക്കും റേക്കി പഠിക്കാത്ത ആളുകൾക്കും ഒക്കെ ജോയിൻ ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ തരുന്ന ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് റേക്കി വച്ചിട്ടുള്ളൊരു ഹീലിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് യാതൊരു തരത്തിലുള്ള പഥ്യങ്ങളോ അതുപോലെ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ എല്ലാം ആ വീഡിയോയിൽ പറഞ്ഞു തന്നതാണ്. പക്ഷേ ഈ ഒരു ചോദ്യം വന്നപ്പോൾ ഇതൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതും കൂടെ പറഞ്ഞത്. അങ്ങനെ റേക്കി പഠിച്ച ആളുകൾക്ക് മാത്രമെന്നല്ല, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന് സ്ഥലപരിധിയില്ല, സമയപരിധിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും ഞാൻ ഹീലിംഗ് കൊടുക്കും. 24 hours പ്രോഗ്രാം ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഹീലിംഗ് കൊടുക്കുന്നത്. സോ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ. അവസാന ഘട്ടം പോയിട്ട് ദയവ് ചേർന്നിട്ട് മെയിൽ അയക്കാനോ, അതുപോലെ തന്നെ ഏറ്റവും അവസാനത ഈ 28 നൈറ്റിനൊക്കെ ഉണ്ട് മെയിൽ അയക്കണ ആൾക്കാർ. അതുപോലെ ആ ലാസ്റ്റ് നിമിഷം വന്ന് പേ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട്. എനിക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും ഒക്കെ അയച്ചു കൊടുത്ത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മളൊന്ന് കൺസിഡർ ചെയ്യണ്ടേ. കാരണം എല്ലാവരും ഫീ ഒക്കെ പേ ചെയ്തിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇതിലേക്ക് വരുന്ന ഓരോരുത്തരെയും റേക്കി ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ പരിഗണന എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അവസാന നിമിഷം നിങ്ങൾ വന്ന് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാൻ നോക്കുക. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണോ നിങ്ങളുടെ ഡൗട്ട്സ് എന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതുപോലെ മെയിൽ ചെയ്യുന്ന സമയത്ത് പേരും നമ്പറും വയ്ക്കാൻ മറക്കരുത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.